ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ലേഡി പാമ്പിനെ കുറിച്ചിട്ടാണ്. അധികം കെയർ വേണ്ടാതെ തന്നെ ലോ സൺലൈറ്റിൽ വളർത്താൻ പറ്റിയ ഒരു കിടിലൻ പ്ലാന്റ് ആണിത്. അതുപോലെ തന്നെ വാട്ടറിങ്ങും അധികം വേണ്ടാത്ത പ്ലാന്റ് ആണ്. ഇത് നടുന്നത് തന്നെ ലൂസ് ആയിട്ടുള്ള മണ്ണിലാണ്. ഇതിന്റെ മൂട്ടിൽ അധികം വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലൂസ് ആയിട്ടുള്ള മണ്ണിൽ നടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇൻഡോർ ആയിട്ട് വെക്കുന്ന സമയത്ത് നമുക്ക് ആഴ്ചയിൽ 1-2 വട്ടമൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ലോ സൺലൈറ്റിൽ തന്നെ നല്ല ഗ്രീനിഷ് ആയിട്ടിരിക്കുന്നതാണ് ഇതിന്റെ ഇല. സൺലൈറ്റ് കൂടിക്കഴിഞ്ഞാൽ ഇതിന്റെ ഇലയുടെ കളറിൽ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വെള്ളം കൂടിപ്പോയാലും വെള്ളം കുറഞ്ഞു പോയാലും ഇതിന്റെ ഇലയിൽ നമുക്ക് വ്യത്യാസം അറിയാൻ സാധിക്കും. ഇത് ഇൻഡോർ ആയിട്ട് വെക്കുന്ന സമയത്ത് പലരും ഇത് പ്ലാസ്റ്റിക് ചെടിയാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. അതിന് കാരണം ഈ ചെടിയുടെ മൊത്തത്തിലുള്ള ഭംഗി കാരണമാണ്. ഇതിന്റെ ഇല ഒരുമാതിരി പോളിഷ്ഡ് ആയിട്ട് നല്ല ഭംഗിയിലാണ് എപ്പോഴും ഉണ്ടാവാറുള്ളത്. പിന്നെ ഈ ചെടി ഔട്ട്ഡോർ ആയിട്ട് വെക്കുന്ന സമയത്ത് നല്ല സൺലൈറ്റ് കിട്ടുന്ന ഒരു ഭാഗത്ത് വെക്കരുത്. ഒരു ലോ സൺലൈറ്റ്, ഒരു രാവിലത്തെ വെയിൽ കിട്ടുന്ന ഭാഗത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞുകൊണ്ട് കൂട്ടുന്നത് ഇത് അധികം സൺലൈറ്റ് ആഗ്രഹിക്കാത്തൊരു ചെടി തന്നെയാണ്. അപ്പോൾ ഇത് വെളിയിൽ വെക്കുന്ന സമയത്ത് രാവിലത്തെ കുറച്ച് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് മാത്രം വെക്കുക. ഈ ഒരു പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഇതിന്റെ തൈ മാറ്റി നട്ടിട്ടാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ചെടി നമ്മൾ കടയിൽ നിന്ന് മേടിക്കുവാണെങ്കിൽ എങ്ങനെ പോയാലും ചെറിയൊരു മൂടിന് തന്നെ 40 രൂപയോളം വില ആവുന്നുണ്ട്. ഞാൻ ഒരു ചെടി കൊണ്ടുവന്നത് എൻ്റെ ഒരു റിലേറ്റീവിന്റെ വീട്ടിൽ നിന്നാണ്. ഒറ്റ മൂട്ടിൽ നിന്ന് തന്നെ ഞാൻ 4-5 മൂടായിട്ട് സെപ്പറേറ്റ് ചെയ്ത് നട്ടിട്ടുണ്ട്. പ്രൊപ്പഗേഷനൊക്കെ എളുപ്പമാണെങ്കിൽ ഇതൊരു സ്ലോ ഗ്രോയിങ് പ്ലാന്റ് ആണ്. ഇത് അത്യാവശ്യം നല്ല ടൈം എടുക്കുന്നുണ്ട് ഗ്രോത്ത് ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. അടുത്തതായിട്ട് ഇതിന് വളം ചെയ്ത് കൊടുക്കുന്ന കാര്യം പറയുവാണെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ഇത് അധികം കെയർ വേണ്ടാത്ത ചെടിയാണ്. വളത്തിന്റെ കാര്യത്തിലും അതുപോലെ തന്നെയാണ്. നമ്മൾ വർഷത്തിൽ 2-3 വട്ടം മാത്രം വളം ചെയ്ത് കൊടുത്താൽ മതി. സാധാരണ തെങ്ങിലൊക്കെ കാണുന്നതിൻ്റെ കൂട്ട് ചകിരി ചുറ്റിയതുപോലെ ഒരു പാർട്ട് ഇതിന്റെ സ്റ്റെമ്മിലും വരുന്നുണ്ട്. പലരും ഈ ഒരു പാർട്ട് കട്ട് ചെയ്ത് കളയാറുണ്ട്. അത് കട്ട് ചെയ്ത് കളയുമ്പോഴത്തേനും അത് കാണാൻ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ട് അവർക്ക് തോന്നുമായിരിക്കാം. പക്ഷെ എനിക്കത് വലിയ താല്പര്യമില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം പോയിട്ട് അവിടെ കുറച്ചുകൂടെ ക്ലിയർ ആവും. അത് ഇച്ചിരി കൂടെ ആദ്യത്തെ സ്റ്റെം കുറച്ചുകൂടെ വിസിബിൾ ആവും. ഈ ഒരു ചട്ടിയിൽ നമ്മൾ ഒരു മൂടായിരുന്നു നട്ടിരുന്നത്. അതിൽ നിന്ന് ഇപ്പം നമുക്ക് 5 തൈ ഇറങ്ങിയിട്ടുണ്ട്. ഈ പ്ലാന്റ് ഇൻഡോർ ആയിട്ട് വെക്കുന്ന സമയത്ത് കൂടുതൽ ബുഷി ആയിട്ട് നിൽക്കുന്ന കാണാനാണ് എനിക്ക് താല്പര്യം. അല്ലാതെ സിംഗിൾ പ്ലാന്റ് ആയിട്ടാണ് നിങ്ങൾക്ക് വെക്കാൻ താല്പര്യമെങ്കിൽ ഒന്നെങ്കിൽ പുതിയ തൈ വരുമ്പോൾ കട്ട് ചെയ്ത് കളയുക, അല്ലെങ്കിൽ 2-3 തൈ വരുമ്പോഴത്തേന് റീപ്ലാന്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ പ്ലാന്റിനെ പറ്റി അറിയേണ്ട കാര്യങ്ങളെല്ലാം ഈ 2 മിനിറ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് ഒരു കെയറും ഇല്ലാതെ തന്നെ നമുക്ക് വളർത്താൻ പറ്റിയ പ്ലാന്റ് തന്നെയാണിത്. നിങ്ങളുടെ താല്പര്യം പോലെ ഇൻഡോർ ആയിട്ടോ ഔട്ട്ഡോർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ഈ പ്ലാന്റ് വളർത്താം. എനിക്ക് കൂടുതൽ താല്പര്യം ഇൻഡോർ ആയിട്ട് വെക്കാനാണ്. ലോ ലൈറ്റും അതായതുകൊണ്ട് തന്നെ ഇൻഡോർ ആയിട്ട് വളർത്താൻ തന്നെയാണ് ഏറ്റവും അനുയോജ്യം. പിന്നെ നിങ്ങൾ കടയിൽ നിന്ന് ഈ ഒരു ചെടി മേടിക്കാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ഷമയുള്ള ആൾക്കാരാണെങ്കിൽ ചെറിയ മൂട് തന്നെ മേടിക്കാൻ ശ്രമിക്കുക. നമ്മുടെ കയ്യിലുള്ള ഇത്രയും സൈസിലുള്ള ചെടിയാണെങ്കിൽ എങ്ങനെ പോയാലും ഒരു 200 രൂപ അടുപ്പിച്ച് എങ്ങനെയായാലും വില വരും. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തുവാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചെടി ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഉറപ്പായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.